വളി വിടാൻ വന്നേടത് ആവതില്ലാത്തവനാണ് അവൻ അവിടെ വന്ന് നിക്കണത്. അവൻ സുഖമല്ലേ? എടാ ഞാൻ പറയട്ടെ, നമുക്കിവിടെ ഡ്രസ് ഇടാൻ പാടില്ലല്ലേ? ഒന്നും ഇടാൻ പാടില്ലല്ലേ? 30-ാം തീയതി കഴിയുമ്പോ ഇടാം. 30-ാം തീയതി കഴിയുമ്പോ ഇടാം. വേണമെങ്കിൽ ഇട്ടോ, സീനൊന്നും ഇല്ല. ഒരു സീനും ഇല്ല. ഞാൻ കാര്യം പറയട്ടെ, ഒരുത്തനെ പോലും ഞാൻ വെടി വെച്ചില്ല. ഞാൻ വെറുതെ ഗ്യാങ് ഹൗസിനകത്തോട്ട് ചുമ്മാ 2 വെടി ആകാശത്തോട്ട് വെച്ചാലാണ് 5 ദിവസം തന്നത്. അതെ അതെ അതെ, അതിനാണ് ആദ്യം കിട്ടിയത്. അതിന്റെ കൂടെ മറ്റേ റീഎൻട്രി ചെയ്തതിന്റെ നമ്മള് തിരിച്ച് അമ്മ എത്ര റീഎൻട്രി അടിച്ചപ്പോ തിരിച്ചു പോയി റീഎൻട്രി ചെയ്ത് എന്തിനെന്ന് ചോദിക്കാൻ ചെന്നതിന് അതിനും കിട്ടി ഒരു 7. എക്സ്റ്റെൻഡ് ആയത് എന്തിനായിരുന്നു? എക്സ്റ്റെൻഡ് ആയതല്ല, അതിന്റെ കൂടെ ചേർത്താണ് തന്നത്. അതുകൊണ്ട് വലിയ പാടില്ലായിരുന്നു. 7 ദിവസം മൊത്തത്തിലാണ് കിട്ടിയത്. അതെ, മറ്റേ 3-ഉം മറ്റേ ഇത് 7. നവംബർ 30 7:30 കഴിയുമ്പോ നമ്മളൊരു എൻട്രി ഉണ്ട്. അത്രേ ഉള്ളു. നവംബർ 30 ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നവംബർ 30. അതെ അതെ, ഡിസംബർ 30. ഡിസംബർ 30 പോക്കുണ്ട്. അത് 15 ദിവസം. ബിഗ്ഗസ്റ്റ് കംബാക്ക് ഇത് ഇനി ഇനിയിപ്പോ നവംബറിലെ കംബാക്ക് 30-ാം തീയതിയിലേക്ക് ഷെഡ്യൂൾ ചെയ്യാം. 30-ാം തീയതി 9:45 കംബാക്ക്. വന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എടുത്ത് കളയും. വേണം കെവിനെ, നിന്നെ കളയും, നിന്റെ അനിയനെ കളയും. വരെയാണല്ലേ? ഓ പറ കെവിനെ, നീ വരുന്ന പട്ടിക കേൾക്കുന്നതിന് പ്രശ്നമില്ലെങ്കിൽ മാറിക്കാം. നീ വരണ്ട. നീ പോയി കടൽ വലയിട്ട് മീൻ്റെ അണ്ടി പിടിച്ചിരിക്കും. കൊറേ നാക്ക് ശേഷേ സിറ്റിയിൽ ഇപ്പൊ ഗ്യാങ്ങിന്റെ സസ്പെൻഷനും എല്ലാ പ്രശ്നങ്ങളും. ആരാണ് HF അടിച്ചത്? KDL. കൊറേ നാളായിട്ട് പ്രശ്നവും ഈ കടലിലെന്ന് ഈ സിറ്റിയിലെ അടിയും വഴക്കും അതിന്റെ കൂടെ ഇപ്പോഴത്തെ ഈ സസ്പെൻഷനും എല്ലാം ആയിട്ട് എനിക്കങ്ങ് മെന്റലി എനിക്കങ്ങ് മടുത്ത്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് അല്ല, അത് ഗ്യാങ് ഡ്രസ് അല്ല, അത് ഇടാം. അത് കഴിച്ചിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ സിറ്റിയിൽ ഇപ്പൊ ഇങ്ങനെ ഇവന്മാരുടെ ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ, രാത്രി കുത്താട്ടം ടീം, ഇവരുടെ കൂടെയൊക്കെ നടക്കും. അത് തന്നെ, അവരുടെ കൂടെയാണ് ഞാൻ നടക്കുന്നത് ഇപ്പൊ. പക്ഷേ കുറച്ച് ദിവസം നടന്നു ഇങ്ങനെ. അപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായാലേ ഇവിടെ എപ്പോഴും ഉള്ളതുപോലെ അല്ല കാര്യങ്ങൾ. ഇവിടെ സത്യം പറഞ്ഞ ഒരുപാട് നല്ല നല്ല പെൺകൊച്ചുങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു. അത് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടോ, അതുകൊണ്ട് നീ പറഞ്ഞു കേട്ടോ. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും പെൺപിള്ളേരൊക്കെ നേരത്തെ സിറ്റി വന്നിട്ട് നേരത്തെ പോവെന്ന്. പക്ഷെ അങ്ങനല്ലടാ, അങ്ങനല്ല. പണ്ടത്തെ പെൺപിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന എന്താ, വൈകുന്നേരം വീട്ടിൽ വഴക്കുറയും, മറ്റേ സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് പൊക്കളയും എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ വെളുപ്പം കാലത്ത് വരെ ഇരിക്കണം. മറ്റേ വെള്ളോട്ടപ്പോക്കർ പണ്ടച്ചികൾക്കൊക്കെയാണ് എല്ലാ പെണ്ണുങ്ങളും ഇവിടെ സെറ്റ് ആവുന്നത്. പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയണം. സംസാരിക്കുന്ന ഇടയ്ക്ക് വന്ന് പറ. അപ്പം സത്യം പറഞ്ഞ തപ്പി ഇറങ്ങിയതാണ് അസുഖത്ത്. അത് പറ. അയ്യോ അല്ല, ഞാൻ കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടി കടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ നോക്ക്. മരുന്നേരും അറിഞ്ഞല്ലേ ഇത് ഭംഗിയുണ്ടെന്ന്. ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു കൊച്ചു ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ആള് വരുന്നില്ല. ആളുടെ പേര് ഒരു ചെറിയ കോമഡി ഉണ്ട്. ആളുടെ പേര് നെസക്കുട്ടി എന്നാണ്. പക്ഷെ ആളുടെ വിളിപ്പേരെന്തെന്നറിയാമോ? ഇല്ല. അമ്മക്കുട്ടി. ഇത് ഞാൻ എടുത്ത് സർക്കാർ എനിക്ക് തരുവോടാ? അമ്മക്കുട്ടീന്ന് ഞാനിട്ട പേരാണ്. എനിക്ക് വേണം. ഞാൻ പറയട്ടെ ഫുള്ള്. ഞാൻ പറയാം കേട്ടോ. ആളുടെ പേര് നെസക്കുട്ടി എന്നാണ്. ഞാനായിട്ട് ഇട്ട പേരാണ്, മനസ്സിലായില്ലേ? അമ്മുക്കുട്ടി എന്നുള്ളത്. അങ്ങനെ ഒരു പേരില്ല. ഞാൻ മാറ്റാം. നെസക്കുട്ടി എന്നാണ് യഥാർത്ഥ പേര്.
ശരി അപ്പൊ അമ്മക്കുട്ടി ആക്കുന്നില്ല മാറ്റി മാറ്റി വന്നേക്കണ്ട കാലപാടാത്ത ഒരു പെണ്ണിനെ കഷ്ടപ്പെട്ടു. ഇല്ല ഇല്ല എന്തായാലും വേണ്ട. ഞാൻ വിളിക്കാതെ വിചാരിച്ചതാണെങ്കിൽ എന്റെ മനസ്സിൽ വിചാരിച്ച കാര്യമാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എലിക്കുട്ടി എന്നാക്കാൻ പോണ പേര് എലിക്കുട്ടി. അതെടുത്തോ, ഒരു കുഴപ്പമില്ല, അതെടുത്തോ, അത് പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഞാൻ എലിക്കുട്ടി വിളിച്ചോളാം. ഓ അങ്ങനെ വിളിച്ചോ, സമാധാനം. രാത്രി കടൽക്കാറ്റ് വന്നിട്ട് വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ അതൊക്കെ. ബാക്കിയുള്ള മറ്റേ ആന്റണി സക്കറത്തിക്ക് ഒരു പ്രേമം വരുന്നത് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് അതും വേണോന്ന് പറഞ്ഞു വരുന്നത്. ഓ പറച്ചിൽ കേട്ടാ തോന്നുന്നു എന്റെ ഇടത്തും വലത്തും മറ്റേ സുന്ദരിമാരാണെന്ന്. ഈ അണ്ടിവലിന്റെ വാറ് കളിക്കണത് ആ വാറിപ്പോലൊരു സമാധാനമില്ല. അല്ലാത്തപ്പോഴും തന്നെ പെണ്ണും ഇല്ല, ഒരു പറയില്ല. ഞാനും ഇവിടെ ഒറ്റയ്ക്കാണ്. ഹെലി വേണം ഇല്ലേ ഒന്നിലും ആസുവിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി തടവൂലേ ഹെലി വേണം. ഹെലി മേഡത്തിന് ഒരു അനിയൻ പുണ്ടച്ചിയുണ്ട്, അവൻ കൊണ്ടുപോയി. ഞാൻ എന്തിനു ചെയ്യാൻ പറ്റും? എന്നാലും ഹെലി മേഡത്തിന് ഇഷ്ടമൊക്കെ ഉണ്ട് എൻ്റെ ഒരു അറിവില്. അത്രയ്ക്ക് ഒരു പ്രതീക്ഷയും ഇല്ലേ? എനിക്കതും ഇല്ല. ഇപ്പൊ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ ഇന്നലെ പരിചയപ്പെട്ട ഇവിടെ പരിചയപ്പെട്ട എല്ലാ പെങ്കൊച്ചുങ്ങൾക്കും കാമുകന്മാരും എല്ലാം ഉണ്ട്. പക്ഷേ അപ്പൊ ഇതിലാകെ കാണാ സുന്ദരിയും എന്തുകൊണ്ടും എനിക്ക് ചേരുന്നതുമായ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊച്ചു നിൽക്കുന്നു. മാറി ഇപ്പുറത്തോട്ട് മാറിക്കാം. വാ 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 വാ, വഴിയെ പോണ ഗർഭമല്ല, എന്റെ തലയിലാവണ സമയമാണ്. വാ. അല്ല അത് വരില്ല, അത് ഓൾറെഡി അച്ഛനുള്ളതാണ്. ഓൾറെഡി അച്ഛനുള്ളതാണ്, നല്ലൊരു അച്ഛനുണ്ട്. അതിന് ഓൾറെഡി നല്ലൊരു അച്ഛനുണ്ട്. ഇനി കുറച്ചൊന്നും എടുക്കത്തില്ല. ഇവിടെ നിന്ന് തുമ്മിയുടെ തുപ്പര കുറച്ച് അത് വെച്ച് പിടിക്കും. അങ്ങനത്തെ കേസൊക്കെ വരും. അത് വെച്ച് എന്റെ കൊച്ചാണെന്ന് പറയണ കാലമാണ്. എനിക്ക് വയ്യ വയ്യ വയ്യ. ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് തോന്നിയല്ലേ? എനിക്കും തോന്നി. അതെ പറഞ്ഞ നിന്റെ തത്സമായിരുന്നു. അവസ്ഥ ഞാൻ നോക്കിയപ്പോ ഞാൻ എവിടെ അത് വായിച്ചത് ഒരാൾ ഇവിടെ ഇരുന്ന് തിന്നാൻ തുടങ്ങിയങ്ങോട്ട്. അയ്യോ ഹായ് ഹായ്. ഓ ആയിക്കോട്ടെ. പരിചയപ്പെടാം ഒരു പ്രശ്നമില്ല, പരിചയപ്പെടാം. എന്റെ പേര് സരക്കടാനി. ഇത് പരന്തു വാസു, അത് കെവിൻ ഈഗർ. ബ്രോ പെങ്ങളോ വല്ലതും ഉണ്ടോ ബ്രോയ്ക്ക്? അല്ല ഒരു കല്യാണമല്ല ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു ബ്രോ, അതുകൊണ്ട് വെച്ചാണ്. നല്ലൊരു പയ്യുണ്ടോ സിറ്റിയിലെ? പ്രളയത്തിന് എല്ലാരും ഒഴുകിപ്പോയി. ബ്രോ എന്ത് കൂടെ ഒഴുകായിരുന്നു? ബ്രോ എന്താ കണ്ടുപിടിക്കാനൊന്നും ഇനിഷ്യേറ്റീവ് എടുത്തില്ല? എല്ലാം തപ്പിയതാ. മണ്ണ് വരെ കുഴിച്ചു നോക്കിയേ, നോക്കാത്ത സ്ഥലം ബാക്കിയില്ല. ഞാൻ അവിടെ ഭാര്യ തപ്പാൻ ഒരു വഴിയില്ല. നീ ഭാര്യയുടെ പെങ്ങളെ മറ്റേ കുളത്തി വരെ തപ്പിയിട്ടുണ്ടാവും. ഇല്ല എന്റെ സ്വന്തം ഭാര്യ. അത് പിന്നെ ബാക്കിയുള്ളവര് എന്റെ സ്വന്തം ഭാര്യ സങ്കടമായി ബ്രോ. പിന്നെ വിവരമൊന്നും കിട്ടിയില്ല. എന്ത് കിട്ടാനാ? ഞാനൊരു ചട്ടിപ്പുറത്താ ഞാൻ ആ മണ്ണിന്റെ അകത്തുനിന്ന് എന്നെ പൊക്കിയെടുത്തത്. ഞാൻ ആ ഒരു വന്നു നോക്കിയപ്പോ വീട്ടുകാര് മൊത്തം പോയി, ഞാൻ മാത്രമുണ്ട്. നീ ഇത്ര സന്തോഷത്തോടെ മാസേ ആയോളൂ ബ്രോ. എന്നിട്ട് ഒന്ന് പാർട്ണറിനെയൊക്കെ മനസ്സിലാക്കി സന്തോഷത്തോടെ ഒന്ന് ജീവിച്ചു വന്ന് തുടങ്ങുമായിരുന്നു. അപ്പോഴത്തേക്കും കൊണ്ടുപോയല്ല. ഒരാളൊരു വിഷമം പറയുമ്പോ ഏത് സമയത്താ ഉരുൾപ്പെട്ട് പെട്ടെന്ന് വെള്ളം വന്നത്? നിങ്ങളുടെ എന്തെങ്കിലും വെള്ളം വന്നത്? വെള്ളപ്പാച്ചില് പോയത് ഒരേ സമയത്ത് എനിക്ക് മനസ്സിലായില്ല അതേതായിരുന്നത്. രണ്ടും കൂടി ഒരുമിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ലെന്ന്. എന്തിനൊക്കെ എന്താണ്
കൺഫ്യൂഷൻ ആയി പോലെ ബ്രോ. ആർക്കാണേലും അത് കൺഫ്യൂഷൻ വരും കേട്ടോ. ഈ രണ്ട് വെള്ളം ഒരേ സമയത്ത് വരുന്ന സമയത്ത് നമുക്ക് വിഷമമുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം. എന്ത് കേട്ടോ, ഏത് ഭാഗം കേട്ടോ? കുഴപ്പമില്ല ബ്രോ, ഇത് ഇനി സമയമുണ്ടല്ലോ ബ്രോ, പ്രായമൊന്നും അത്രയൊന്നും ആയിട്ടില്ലല്ലോ ബ്രോക്ക്. ഇനി ഒരു പെണ്ണ് ആയിട്ടില്ലല്ലോ അത്. അടുത്ത വെള്ളപ്പാചല സമയത്ത് ഒന്നുകൂടെ കെട്ടിയാ നമ്മള് തന്നെ ഇപ്പൊ എത്രാത്ത നമ്മൾ ഓരോരുത്തരെ ഇങ്ങനെ കണ്ടുപിടിക്കുക. നമ്മളെ ജീവിതത്തിൽ ഓരോരുത്തർ കടന്നു വരും ബ്രോ. ജീവിതത്തിൽ കടന്നു വരുമെന്ന് കടന്നു വരും. ഞാൻ ഇപ്പൊ ബ്രോയുടെ ഭാര്യ ഒലിച്ചുപോയി, അതുപോലെ വേറെ ഏതെങ്കിലും ഒരുത്തന്റെ ഭാര്യ നാളെ ഒലിച്ച് ഈ കടപ്പുറത്ത് വന്നാലോ? അതാണ് വന്നാലും കല്യാണം കഴിയുന്നതിന് അന്ന് ഒലിച്ചു കളയാൻ പാടില്ല. എപ്പോഴും ഈ ഹോപ്പ് നമ്മൾ കളയാനേ പാടില്ല, മനസ്സിലായ? രണ്ടാമത് ഒരു വിവാഹത്തെ പറ്റി എനിക്കെന്തോ ഒരു തോട്ട് വന്നിട്ടില്ല. താല്പര്യമില്ലല്ലേ? അപ്പൊ പിന്നെ പെണ്ണിനെ പറ്റി സംസാരിക്കണ്ട. നീ മറ്റേ പോത്തിനെ വെച്ച് കിടപ്പുണ്ടോ പോത്തിനെ പറ്റി പറയാം. ഇവിടെ നമ്മള് പെമ്പിളാരെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ ഇതിനടുത്ത്? നിനക്ക് നല്ല നിന്റെ കണ്ണ് കണ്ടറിയാം നീ ഒരു കാമക്കണ്ണനാണെന്ന്. നിന്റെ കണ്ണറിയാം. നിനക്കൊരു പെണ്ണിനെ തപ്പിയാണ് നീ ഇറങ്ങിയതെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇവിടെ പെണ്ണിനെ പറ്റി സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് നീ ഞങ്ങളുടെ അടുത്ത് വന്ന സെറ്റ് ആവുന്ന വിചാരിച്ചു വന്നതാണ്. കല്യാണത്തിനെ പറ്റിയായി നമ്മള് പറയുന്ന ടോപ്പിക് കേട്ടിട്ട് തന്നെയാണ് നീ വന്നത്. ആകർഷികമായിട്ടാണ് നിങ്ങൾ ഇവിടെ പരിചയപ്പെട്ടത്. അതിനേക്ക് നമ്മള് പറ്റിയെന്നാണ് പറയുന്നത്. യാദൃശ്ചികമായി പരിചയപ്പെട്ടത്. ഞാനാ പണി ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം ഇല്ലില്ല. ഞാൻ പറയാം. രണ്ടാമതൊരു കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് കള്ളത്തരമല്ലേ? ഇച്ചിരി പൊടിക്ക് കള്ളത്തരമല്ലേ? ഒരു വട്ടം പോലും ഞാൻ ആലോചിച്ചിട്ടില്ലേ? നമ്മൾ രണ്ടുപേരും ആഗ്രഹമില്ലേ? ഇവിടെ വന്ന് രണ്ടു മൂന്ന് പിള്ളേരെ നോക്കി ഞാൻ രണ്ടുമൂന്ന് പേരെ നോക്കിയത്. ഒന്നല്ല 2-3. ഒന്നല്ല 3 എണ്ണത്തിനെ നോക്കിയത്. എന്നിട്ട് അവന്റെ വർത്താനം കേട്ടല്ലോ, എന്റെ ഭാര്യയുടെ ചന്ദനത്തിരി വെച്ച് തിരികെ ഞാൻ അല്ല നമ്മള് കേട്ടിട്ടില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഇൻസിഡന്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മണ്ടയ്ക്ക് നിൽക്കും. നമ്മൾ അതിനെ ഓവർകം ചെയ്ത് അടുത്ത പരിപാടി നോക്കണം. സംഭവിച്ചു ദൈവത്തിന്റെ വിധി കൊണ്ട് സംഭവിച്ചു. നമ്മൾ അതിന്റെ പേര് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല കാര്യമില്ല, അതൊരു കാര്യമില്ല. സത്യമാണ്. അപ്പൊ ഒരച്ഛൻ മരിച്ചു, നീ വീണ്ടും ഒരു അച്ഛനെ തപ്പുവോ? അച്ഛന്റെ കൂട്ടല്ല, അവ അത്രയും വലിയൊരു വിഷമം പറഞ്ഞിട്ടിരിക്കണ സരക്ക് എന്തിനു എനിക്കറിയാതെ. സോറി ശരി, എന്റെ മിസ്റ്റേക്കാണ്. എന്റെ മിസ്റ്റേക്കാണ്. പെണ്ണുങ്ങളൊക്കെ എങ്ങനെ ഇവിടെ സിറ്റിയിലുണ്ടോ? ഞാനാരും ഇവിടത്തെ മറ്റേ വാട്ടർ ബോഡി സൈറ്റിലെ മാമന എല്ലാം നിനക്ക് നോക്കിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് നിന്റെ പരിചയത്തിൽ വല്ല പെണ്ണുങ്ങളോട്ടെ നമ്മുടെ അടുത്ത് പറഞ്ഞാ നമ്മുടെ പരിചയത്തിൽ പെണ്ണൊന്നും ഇല്ല, പോലും പെണ്ണില്ല. ഞാൻ ഇവിടെ എല്ലാം പണി എടുക്കാത്ത പണിയില്ല ഇവിടെ, മനസ്സിലായില്ലേ? എനിക്ക് 2-3 പെമ്പിള്ളേരെ നമ്പർ കിട്ടി. പേര് പറ ആദ്യം. അറിയാത്ത എനിക്ക് അറിയുന്നതാണോ അറിയാത്ത നോക്കട്ടെ. ഒന്ന് ദക്ഷ എന്ന് പറഞ്ഞു, ഭയങ്കര ജാട കേട്ടോ, ഭയങ്കര ജാട. ഞങ്ങള് എടാ നിനക്ക് വേറെ കാര്യം തെറ്റി. നമുക്ക് പെമ്പിള്ളാരെ നമ്പർ വേണ്ട. നമ്മുടെ അടുത്ത് പെമ്പിള്ളാരെ നമ്പർ ഇങ്ങോട്ട് ചോദിക്കണം. അതാണ് നമ്മുടെ രീതി. അതാണ് നമ്മുടെ രീതി. അതുകൊണ്ട് എന്താ ലാസ്റ്റ് 3 വർഷമായിട്ട് ഒരാളെ പോലും വിളിക്കണം. ഇടയ്ക്കിടയ്ക്ക് വാസുവിന്റെ പെണ്ണിന്റെ ശബ്ദത്തിൽ വിളിക്കും, ഞാൻ അങ്ങോട്ടും വിളിക്കും. അതാണ് നമ്മളെ രീതി. പിന്നെ ഒരു മെറിൻ, പിന്നെ വേറെ അത്രേ ഉള്ളൂ. അതല്ലേ അത് രണ്ടുള്ളല്ലേ? ഓക്കെ. പിന്നെ ആകെ ഇച്ചിരി സ്നേഹമുള്ള മെറിനാ. ബാക്കി മറ്റേ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയായിട്ട് സ്വഭാവം. ആര്? ദക്ഷയാണ്. ദക്ഷയെ ഞാൻ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, അതെനിക്ക് അറിഞ്ഞൂടല്ലേ? പരിചയപ്പെട്ടതൊക്കെ ഭയങ്കര അതെന്തറിയാമോടാ, ആ കൊച്ചിന് ആണുങ്ങളുടെ അടുത്ത് താല്പര്യമില്ല, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വലിയ താല്പര്യം കാണിക്കായിരുന്നു. അതെ, എന്റെ അടുത്ത് താല്പര്യമാണ്. ഞാൻ കാര്യം പറയട്ടെ, ഈ മണ്ടം പറഞ്ഞ തമാശക്കൊക്കെ ചിരിച്ചു കൊടുക്കല്ലേ, നമ്മൾ ഒരു സൈഡ് നിൽക്കണം. എടാ നീ ഒരു മണ്ടനാണ്, നീ ഒരു
ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഞാൻ ബാബുവിനെ പോലെ ഈ കാണിക്കുന്നുണ്ടാ ഞാൻ അക്സെപ്റ്റ് ചെയ്തു ബാബുവിനെ പോലെ ഈ കാണിക്കുന്നില്ല ഇതിന്റെ കോമഡി കൊള്ളാം. പക്ഷെ എന്നാ നിന്റെ അടുത്ത് ഒരു ഓപ്പൺ ചലഞ്ച് ചോദിക്കാം. നീ റെഡിയാണോ? ഒരു ഓപ്പൺ ചലഞ്ച്. വണ്ടി ഫണ്ട് അടിക്കാനൊന്നും അല്ല, അതൊന്നും അല്ല, അങ്ങനത്തെ ഓപ്പൺ ചലഞ്ച് ഒന്നും അല്ല. നിന്റെ അടുത്ത് ഓപ്പൺ ചലഞ്ച് ചോദിക്കാം. ഇനി നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഈ സിറ്റിയിൽ നിന്റെ കൂടെയാണോ ഒരു പെണ്ണ്, എന്റെ കൂടെയാണോ ഒരു പെണ്ണെന്ന് നോക്കാം. റെഡിയാണോ നീ? റെഡിയാണോ? സാരി വെച്ച് പോ വൈകി. മുടി കറക്റ്റ് ആണ്. ഇടത്തും വലത്തും നിൽക്കുന്ന കാണിച്ചു തരാം ഞങ്ങള് പെണ്ണുങ്ങള്. നിനക്ക് കൂട്ടാൻ പറ്റുന്ന എത്ര പെണ്ണുങ്ങളെ കൂട്ടുന്നീ? ഞങ്ങൾ കൂട്ടാൻ പറ്റുന്ന എത്ര പെണ്ണുങ്ങളെ കൂട്ടാം? ആളെ വരുത്തും. ഞങ്ങള് ഇറക്കും. നമ്മൾ കാശ് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഒറ്റ കോള് മതി, ഒരൊറ്റ കോള് മതി. ഇവിടെ വന്ന് നിക്കും. കെവിനെ വെല്ലുമാനെ വീരപ്പനിറ്റാച്ചി എല്ലാരും വാടാ, ഞാന് മൊത്തം ഇറങ്ങടാ. 32 പേര് ഇവിടെ വന്ന് നിൽക്കും. കോലിയുടെ സൂക്ഷിച്ച് ഭാഗ്യമില്ല. ഇവിടെ വന്ന് നിൽക്കും. വേണ്ടി വന്നില്ല മാസം വരെ ഒരു ചിരട്ടാക്കി ബ്രോ ആസനത്തിൽ ബ്രോ ഇത് സാധനം കണ്ടുപിടിക്കണ സാധനമാണ്, സത്യത്തെ പണ്ട് കണ്ടുപിടിക്കുന്ന മെഷീനാണ്. നിന്റെ അടുത്ത് വെച്ചിട്ട് നോട്ട് ഡിറ്റക്ടഡ് എന്ന് കാണിച്ചതിനകത്ത് പിടിച്ചു ഇപ്പൊ മനസ്സിലായല്ലേ ദക്ഷയ്ക്ക് താല്പര്യമില്ലാതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായല്ലേ? അത് തന്നെ. പൊക്കോ പ്രൂവ് ചെയ്ത് ഇനി വണ്ടി കേട്ടൊന്നുമില്ല. അപ്പോ നിലവാരത്തിന് താഴെയാണ് ഡിറ്റക്ട് ചെയ്തു. സാമാനമില്ല. പോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോടാ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഒലിച്ചുപോയ ഭാര്യ ആലോചിച്ച് എനിക്ക് വിഷമമുണ്ട്. നിന്റെ ഒലിച്ചുപോയുടെ കാര്യം കേട്ട് ബാക്കിയുള്ളവർക്ക് ഒലിച്ചു പോയാലോ? അല്ലല്ല, അയ്യോ അങ്ങനല്ല. നീ വിഷമം പറഞ്ഞപ്പോ എനിക്ക് വിഷമമായി അത് കേട്ടപ്പോ. സത്യം പറയാലോ, സംസാരിച്ചിട്ടില്ല. ആരടുത്ത്? സന്തോഷമുണ്ട്. ആരടുത്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ. ആരാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? ഭാര്യയാണോ? സപ്പോർട്ട് ചെയ്ത് നമ്മളാരാണോ ഉദ്ദേശിച്ചത്? സപ്പോർട്ട് ചെയ്ത് നമ്മളിത്ര സമാധാനിപ്പിച്ചില്ലടാ അവനെ. നീ ഫസ്റ്റ് നൈറ്റിന് നിന്റെ ഫസ്റ്റ് നൈറ്റ് സപ്പോർട്ട് വിളിച്ചാരാ നമ്മൾ വരും. ഉറപ്പായിട്ടും കല്യാണം കഴിച്ചിട്ട് നിനക്ക് എന്ത് സപ്പോർട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു നിർത്തും. ഗ്യാങ് ഒക്കെ കളഞ്ഞിട്ടാണെങ്കിൽ ഞാൻ വരും. ഞാൻ റെഡിയാണ്. നിന്റെ കൂടെ ഒരു ചേട്ടനെ പോലെ ഞാൻ ഉണ്ടാവും. കല്യാണം കഴിക്കുമ്പോ എന്നെ അറിയിക്കണം. പിടിച്ചുതരാൻ നിങ്ങളുടെ കൈ പിടിച്ച് ചേർക്കണ്ടേ? നിങ്ങളാ കൈ പിടിച്ചല്ല, സപ്പോർട്ടിന്. സന്തോഷമായില്ലേ നിനക്ക്? നീ എവിടെ നിന്ന് വന്നടാ? നീ ആഹാരമൊക്കെ കഴിച്ചോ? നീ കഴിച്ചായിരുന്നോ? അത് മനസ്സിലായി. നീ കഴിച്ചോല്ലോ? കഴിച്ചാ? മനസ്സിലായി. പേരെന്തായിരുന്നു? പേര് ചോദിക്കാൻ മറന്നുപോയി. നമ്മൾ ആദ്യമേ ഭാര്യയിലോട്ടാ പോയത്. പേരെന്തായിരുന്നു? ഭാര്യയുടെ പേരും അഡ്രസ്സും അറിയാം. സത്യം, ഭാര്യയുടെ അഡ്രസ്സും എല്ലാം ഐഡന്റിഫിക്കേഷൻ മാർക്ക് വരെ പറഞ്ഞു തന്നു. അവന്റെ പേര് ഇതുവരെ പറഞ്ഞില്ല. സത്യം ഇടുപ്പിലെ പുള്ളി ഉണ്ടായിരുന്നു തരാൻ പറഞ്ഞു. സത്യം എന്തൊക്കെയാടാ? മുഹമ്മദ് അലി ഖാൻ. മുഹമ്മദ് അലി ഖാൻ പറഞ്ഞ. സോറി ബ്രോ, ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് വേണം മാക് എന്ന് വിളിക്കാം. ഞാൻ എന്നെ തന്നെ ഇല്ല അത് മാക് ക്രിയേഷൻ ബാബു മാക് ക്രിയേഷൻ വേണ്ട ബ്രോ, അത് ഭയങ്കര ബ്രോയ്ക്ക് ചേരുന്നില്ല. മുഹമ്മദിന്റെ എം, അലിയുടെ ഖാന്റെ കെ. വേണ്ട ബ്രോ. പക്ഷെ മോടെ മൊന്തൊക്കെ ചേരുന്നില്ല. അലി എന്ന് വിളിക്കാം. പിന്നെ 3 പേരില്ലാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. 2 അക്ഷരേ ഉള്ളൂ. മനസ്സിലായി. അവന്റെ മുഹമ്മദ് അലി ഖാനടുത്താണ് എം എ ക്കുന്നത്. വാസുവിന് പരുന്ത് വാസു കൊണ്ട് പി വി എന്നല്ലേ വരുള്ളൂ. PVP ഇതാക്കാം. ശരി, പരിചയപ്പെട്ടൊരു സന്തോഷം. നിനക്ക് എന്തായാലും ഇനിയിപ്പോ ഫുഡൊന്നും കഴിക്കണ്ടെന്ന് തോന്നുന്നു. രാത്രിയിലെ ഉറങ്ങിയാ മതിയല്ലോ നേരെ. ഇനിയിപ്പോ ഒലിച്ചു പോയ ഭാര്യ പുറത്ത് പോയി കിടന്നു.
ഒലിച്ചു പോയ ബാലിനെ ഓർത്ത് നീ പോയി ഉറങ്ങിക്കോടാ, കുഴപ്പമില്ല. ചെവുക്കല്ല് അടി കിട്ടിയൊരു ഫീല് ശരിയാ. ചെവിക്കല് നോക്കി 4 പൊട്ടിച്ചു കൊടുത്ത ഫീൽ ഉണ്ടത്. എനിക്കുമില്ലായിരുന്നല്ലടാ, എനിക്കുമില്ലായിരുന്നല്ലേ, ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ എന്നാ. സന്തോഷത്തോടെ സ്വീകരിക്കും. എടാ എനിക്കുണ്ടായിരുന്നു, ഞാനും കറക്റ്റ് ആയിട്ട് സ്വീകരിച്ചില്ലേ, സ്വീകരിച്ചല്ലേ നീ പറഞ്ഞപ്പോ. ബാബുവിനെ പോലെയൊന്നും ഇല്ല ഞാൻ സ്വീകരിച്ചു, എനിക്ക് സീനൊന്നും ഇല്ലായിരുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായി.